നമുക്കറിയാം, ഉറച്ച മതേതരത്വ നിലപാടിനും ഉറച്ച നിലപാടുകൾക്കുമുള്ള അംഗീകാരം കിട്ടി വന്നതാണ് കേരള ഗവൺമെന്റ് എന്നുള്ളത്. ഉറച്ച മതേതര നിലപാടേ കേരളത്തിൽ ചെലവാവുള്ളൂ എന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ലാത്തത്, ഉറച്ച നിലപാടുകളല്ലാതെ വർഗീയതയും വിഭാഗീയതയും ആര് ഇവിടെ കൊണ്ടെന്ന് വിൽക്കാൻ നോക്കിയാലും അതിവിടെ ചെലവാവൂല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു. നമുക്കറിയാം, ജാതിമത വിഭാഗീയത ഒന്നും നോക്കാതെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തത്. ജയിച്ചു വന്ന MLA-മാരുടെ മണ്ഡലങ്ങൾ നോക്കിയാൽ, UDF-ന്റെ MLA-മാരുടെ മണ്ഡലങ്ങൾ നോക്കിയാൽ അതറിയാം. ജനങ്ങൾ മതസഹിഷ്ണുതയുടെയും മതേതരത്വത്തിന്റെയും ഉറച്ച കൂടെയാണ്. അവിടെ സ്ഥാനാർത്ഥിയുടെ ജാതി മതമൊന്നും നോക്കാത്ത വിജയങ്ങൾ. മലപ്പുറം ജില്ലയിൽ നിങ്ങൾക്കറിയാം, DCCയുടെ പ്രസിഡന്റ് ശ്രീ ജോയി ജയിച്ചു. അദ്ദേഹത്തിന്റെ സമുദായം നോക്കിയല്ല ആ മണ്ഡലത്തിൽ ആളുകൾ വോട്ട് ചെയ്തത്, വമ്പിച്ച വോട്ടിന് ജയിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഈ MLA-മാരൊക്കെ ഉണ്ട്. ഫാത്തിമ ദഹ്ലിയ പേരാമ്പ്രയിൽ നിന്ന് ജയിച്ചു. അവിടെയും അത് നോക്കി അല്ല ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇവിടെ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞു നടക്കുന്നവരെ മുസ്ലിം ലീഗ് എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ വലിയ തീവ്രവാദവും വർഗീയതയും ഒക്കെ പ്രചരിപ്പിക്കാൻ അതിനനുസരിച്ചുള്ള സാഹചര്യം വരുമ്പോൾ, ഞാൻ അടിവര വിട്ട് നിൽക്കുകയാണ്, അതിനനുസരിച്ചുള്ള സാഹചര്യം വരുമ്പോൾ പല പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട്, പല ആളുകളും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിവിടെ വിറ്റുപോയിട്ടില്ല. അന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എടുത്ത നിലപാട് മതേതരത്വം. ഏത് സാഹചര്യത്തിലും ഇവിടെ മതസൗഹാർദ്ദവും മതേതരത്വവും ഉയർത്തിപ്പിടിക്കണം. മതവിശ്വാസമനുസരിച്ച് ജീവിക്കലും വർഗീയതയും രണ്ടും രണ്ടാണ്. നമുക്കറിയാം, ഒരു യഥാർത്ഥ മതവിശ്വാസിക്ക് ഒരിക്കലും തന്നെ വർഗീയവാദി ആവാൻ പറ്റില്ല. കാരണം വർഗീയത എന്ന് പറഞ്ഞാൽ വർഗത്തിന് വേണ്ടി വാദിക്കലാണ്, സ്വന്തം വർഗത്തിന് വേണ്ടി വാദിക്കലാണ്, സ്വന്തം ജാതിക്ക് വേണ്ടി അതും ഇസ്ലാമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്കറിയാം. അതുകൊണ്ട് തന്നെ വിഭാഗീയതയും വർഗീയതയൊന്നും ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഇടയിൽ ചെലവാക്കാൻ നോക്കിയ ഒരു ഘട്ടത്തിലും നമ്മൾ അനുവദിച്ചിട്ടില്ല. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ആ ടെസ്റ്റ് പാസ്സായ മഹാനായ നേതാവാണ്. CH മുഹമ്മദ് ബയ്യാർ സാഹിബ് ആ ടെസ്റ്റ് പാസ്സായ മഹാനായ നേതാവാണ്. നമുക്ക് അഭിമാനം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകൾ കുറെ കഴിഞ്ഞിട്ടും ഇന്ത്യൻ സാഹചര്യവും അതുപോലെ തന്നെ കേരള സാഹചര്യം ഒക്കെ മാറിയിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ശക്തി കൂടിയതല്ലാതെ ഒരു ഇഞ്ച് കുറഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അത് നമ്മളെടുക്കുന്ന ആ ഒരു നിലപാടിനുള്ള ഉറച്ച പിന്തുണയാണ്. അതുപോലെ തന്നെയാണ് നിലപാടുകൾക്കുള്ള പിന്തുണയാണ്. നമ്മൾ പല നിലപാടുകളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞത് വളരെ വളരെ പ്രയാസപ്പെട്ട പ്രശ്നങ്ങളാണ് എന്ന് അറിയാതെ ഒന്നുമല്ല. പക്ഷെ പോയ ഇടതുപക്ഷ ഗവൺമെന്റ് ആത്മാർത്ഥമായി ജനങ്ങളുടെ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് നമുക്കറിയാവുന്ന കൊണ്ടാണ് ശ്രമിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും എന്ന് നമ്മൾ പറഞ്ഞത്. മലയോര മേഖലയിൽ, തീരദേശങ്ങളിൽ, നാട്ടിൽ മുഴുവൻ ഇന്നുള്ള വലിയ വലിയ പ്രയാസങ്ങളൊക്കെ മറികടക്കാൻ ആത്മാർത്ഥമായ ശ്രമം ഈ ഗവൺമെന്റിന്റെ, ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും എന്ന് നമ്മൾ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പ് പാലിക്കാനാണ് നമ്മൾ നോക്കുക. അവിടെ സ്വന്തക്കാരും വിഭാഗീയതയും വർഗീയതയും ഒന്നുമില്ല, പ്രദേശങ്ങളോടുള്ള പക്ഷപാതവുമില്ല, ഒന്നുമില്ല.